ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. സൂം എഴുന്നേൽക്ക. ഇല്ലെങ്കിൽ അവിടെ നിൽക്ക, ഞങ്ങൾ വരുന്നുണ്ട്. എടാ കാക്കേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലേ എന്നെ പോലെയുള്ള വലിയവരോട് ഏറ്റുമുട്ടടാ. ചേടാ, അതിപ്പോ സീരിയസ് ആയി എടുത്തുന്നാ തോന്നുന്നേ. നേരെ എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. രുദ്ര, ചേടാ ഇത് വലിയത് പ്രശ്നമായല്ലോ. എന്നെ ഇത് വിടാതെ പിന്തുടരാണല്ലോ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? രുദ്ര, രക്ഷിക്കാ. രുദ്ര, എന്തോ പ്രശ്നമുണ്ട്. താങ്ക് യു രുദ്ര. നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. ഇതെന്താ കാക്കകളുടെ പടയോ? ഓഹോ, അത് തന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ്. ജീവനി കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് ഓടിക്കോ. രുദ്ര, വേഗം വാ, നമുക്ക് കുറച്ച് സമയത്തേക്ക് പുറത്ത് എവിടെയെങ്കിലും പോവാം. വേഗം വേഗം അകത്തേക്ക് വരൂ. പുറത്തുനിന്ന് കാണാൻ ഈ പാലസ് അടിപൊളിയായിട്ടുണ്ട്. വകത്ത് എങ്ങനെയുണ്ടെന്ന് ഒരു പ്രാവശ്യം നമുക്ക് ചെന്ന് പോയി നോക്കാം. ഇവിടെയുള്ളവര് എന്റെ കൂട്ടുകാരുടെ ഇര തട്ടിപ്പറിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇവരുടെ പാലസ് അപഹരിച്ചിരിക്കും. എല്ലാരും അകത്തേക്ക് വാ. ടോയ്സ് വാങ്ങൂ, ടോയ്സ് വാങ്ങൂ, നല്ല അടിപൊളി ടോയ്സ്. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇതിപ്പോ എന്റെ പുറകിൽ നിന്ന് മാറുന്നില്ലല്ലോ.
ഞാൻ എപ്പോഴും ഓർമ്മ അടിച്ചതല്ലേ എന്നെ എന്തിനാ താഴെ തള്ളി വിട്ടത് എന്നെ വിട് എന്നെ വിട് കളി തമാശ മതി ഇനി അവനെ പിടിക്കേ വരുൺ സൂക്ഷിച്ച് മുമ്പിൽ പോസ്റ്റ് ഉണ്ട് ഇതായിപ്പം നേരത്തെ പറയായിരുന്നില്ലേ? നിങ്ങളുടെ കളിത്തമാശ ഒരുപാട് കൂടിപ്പോയി. ഇവരെന്നെ മാജിക് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ചേടാ ഇതെന്റെ പുറകിൽ നിന്ന് മാറുന്നില്ലല്ലോ. എന്റെ ഡ്രസ് എല്ലാം മൊത്തം സിമന്റ് ആയി പോയി. കൊള്ളാം, കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും താ വേഗം. ആരാ നീ നീ എങ്ങനെ പാലസിനകത്തേക്ക് വന്നത്? ആദ്യം ഈ കാക്കകളെ പുറത്താക്കൂ, ഇല്ലെങ്കിൽ പാലസ് വൃത്തികേടാക്കും. ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവുന്നില്ലേ? പുറത്തിറങ്ങി പോവാൻ. ഞാനാണ് ഈ പാലസിന്റെ പുതിയ കിങ്. നീ എന്താണ് ഈ പറയുന്നത്? ഈ ചേസിംഗ് ചൗഹാൻ പിന്നെ രുദ്രയുടെയും പാലസ് ആണിത്. കുട്ടികളെ അവനെ കിച്ചണിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. പോകോ, ഇതാരുടെ പാലസ് എന്ന് പറഞ്ഞു കൊടുക്ക. പോകോ. എന്തായി ചെയ്യുന്നത്? എന്നെ വിട്ടേക്കോ. അയ്യോ എന്നെ വിടൂ, എന്നെ വിടൂ, വിടൂ വിടൂ, എന്നെ വിടൂ, എന്നെ വിട്ടേക്കോ. അയ്യോ എനിക്കൊന്നും അറിയണ്ടായ. വേണ്ടേ വേണ്ടേ. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ സമ്മതിക്കേ, ഇത് നിന്റെ പാലസ് തന്നെയാണ്, നിന്റെ പാലസ് തന്നെയാണ്. ഇയാളാരാ? ഇയാള് പുതിയ കിങ്. എന്താ ഈ കിങ് കിങ് എന്ന് പറയുന്നത്? എവിടത്തെ കിങ്കാ? എങ്ങനെ കിങ്കാ ഇത്? അതെ അതെ, ഇനി പാലസ് ശരിക്കും പറഞ്ഞ എന്റേതാണ്. ഞാൻ ഇവിടുത്തെ പുതിയ കിങ്. നിങ്ങളെല്ലാവരും വേറെ എവിടെയെങ്കിലും പോയി താമസിക്കേ. അത് ഒരിക്കലും നടക്കില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. നിനക്കതിൽ ഒന്നും ചെയ്യാനാവില്ല. ഈ കാക്കകൾ എന്താ ഈ ചെയ്തത്? എന്നെ വിട്ടു പോ. നിനക്ക് മാജിക് അറിയാമെന്നോ? എനിക്കും അറിയാം. അതുകൊണ്ട് നീ മാജിക് ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. വല്ലപ്പോഴും ഞങ്ങളെ കാണാൻ വരണേ. ഇതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുക. അവന്റെ ക്രോസ് വളരെ ഫാസ്റ്റ് ആണ്. നമ്മളെ മാജിക് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ അവനെ ജയിക്കാൻ നമുക്ക് പറ്റില്ല.
പതുങ്ങിയിരുന്ന് വേണം അവനെ അറ്റാക്ക് ചെയ്യാൻ. നമുക്ക് രഹസ്യമായിട്ട് പാലസിന്റെ അകത്തേക്ക് പോവാം, എന്നിട്ട് അറ്റാക്ക് ചെയ്യാം. വാ വാ, വേഗം വാ. ആരും ശബ്ദം ഉണ്ടാക്കരുത്. സൈലന്റ് ആയിട്ട് റൂമിന്റെ അകത്തേക്ക് കയറണം. പൊന്നോ, ആ കാക്കകൾ നമ്മളെ കണ്ടു കഴിഞ്ഞു. ചേടാ ഇത് പോലത്തെ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. ഓടിക്കോ. ഓഹോ, പതുങ്ങിയിരിക്കാൻ ഈ സ്ഥലം നല്ല സേഫ് ആണല്ലോ. വേഗം പുറത്തേക്ക് പോ. വേഗം പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? അത് വിഴുങ്ങി കളയും. എന്താ അവിടെ ഒരു ബഹളം? അത് ശരി, റോബൻ ചെറുതാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലേ. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊക്കെ ചെറുതാണ്. ഇനി എത്ര ചെറുതാക്കാനാണ് ഉദ്ദേശം? എന്റെ ക്രോ ആർമിയുടെ മുന്നിൽ നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണുമ്പോ പാവം തോന്നുന്നു. പാവം. ഇപ്രാവശ്യം നിങ്ങളെ ഞാൻ വിട്ടയക്കുകയാണ്. പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഇവരെ കൊണ്ടുപോയി എന്റെ സിറ്റിയിൽ നിന്നും പുറത്താക്കിയിട്ട് വരൂ. ചെല്ലേ. രുദ്ര, നമുക്ക് മുത്തശ്ശിന് മെസ്സേജ് കൊടുത്ത് വിളിക്കാം. മുത്തശ്ശനെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം. വരൂ, അലാസ സാറിനെ പോയി നമുക്ക് കാണാം. ഹലോ അലാസ സാർ. ഹലോ രുദ്ര, വരൂ വരൂ, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്, ക്രോസ് നിന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന്. അതെ അലങ്കാർ സാർ, ആ കാര്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വരൂ എന്റെ കൂടെ. ഇന്ന് പിടിച്ചോ, ഈ ബുക്ക് നിന്നെ സഹായിക്കുന്നതായിരിക്കും. താങ്ക്സ് അലാസ സാർ. പറക്കുന്നത് എപ്പോഴും ചഞ്ചലപ്പെടും. അനങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ സങ്കടപ്പെടും. ഈ ലാസ്റ്റ് ലൈൻ ഒരു പ്രാവശ്യം കൂടി വായിക്കണം.
Ibaiska, Zubaiska, Cross Frizo! Ibaiska, Zubaiska, Small Size Creato! ഓ ആ ബുക്കിലുള്ള സെന്റൻസിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് മനസ്സിലായി. വാ നമുക്ക് ക്രോ മജിഷ്യനെ കണ്ടെത്താം. സൂക്ഷിക്കണം, ഒരു ക്രോവിനെ നമ്മൾ ടച്ച് ചെയ്താലും എല്ലാം വീണ്ടും നോർമലായിട്ട് മാറും. പതുക്കെ സൂക്ഷിച്ച് ഇങ്ങോട്ട് വാ. ആരാ touch ചെയ്തത്? ആരാ touch ചെയ്തത്? ഇനി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പുറത്തേക്ക് ഓട്. Ibaiska, Zubaiska, Cross Frizo! നിങ്ങളെ കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ്. എന്നാ ശരി, ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറ്റില്ല. എന്നാ പേടിച്ചു. എങ്ങോട്ടാണ് രക്ഷപ്പെട്ട് ഓടുന്നത്? ആദ്യം എന്റെ കുട്ടികളുടെ ഇര തട്ടിപ്പറിച്ചു, ഇനി എന്റെ ഉറക്കം നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? നീ ഒരു കൊച്ചു ചെക്കനായിരുന്നിട്ട് ക്രോ മാസ്റ്ററിന്റെ കൂടെ ഏറ്റുമുട്ടാൻ നോക്കുന്നത് എത്ര വലിയ മണ്ടത്തരമാണെന്നറിയോ? ഒരിക്കലും ഈ പാലസ് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കാൻ പാടില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇനി ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. പടയോട്ട പോലെ വരുന്ന കാക്കകളെ കണ്ട് എല്ലാവരും പേടിച്ചു ഓടാം. എന്റെ ശരിക്കുമുള്ള രൂപം ഞാനിപ്പോ നിനക്ക് കാണിച്ചു തരാം. നോക്കിക്കോ. ചേടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ചേടാ ഇതിപ്പോ എന്താ സംഭവം? വേണ്ട, മതിയാക്ക രുദ്ര, മതിയാക്ക. വേണ്ട, ഞാൻ സമ്മതിച്ചു. വരൂ കുട്ടികളെ, നമുക്ക് ഇവിടെ വിട്ട് എവിടേക്കെങ്കിലും പോകാം. എന്താ ഇത് ഞാൻ പറയുന്നു, നിങ്ങൾ എന്താ അനുസരിക്കാത്തത്? ഓ രുദ്ര, വളരെ വളരെ നന്ദി. നീ ക്രൊബോലിയെ നിന്റെ മാജിക് കാരണം മനുഷ്യനാക്കി മാറ്റിയിരിക്കുകയാണ്. അവനാണ് മാജിക് കൊണ്ട് ഞങ്ങളെ കാക്കയാക്കി മാറ്റിയത്. അവൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ അനുസരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ സ്വതന്ത്രരാണ്. ചെല്ല്, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. നിങ്ങളൊക്കെ ചേർന്ന് എന്റെ ഫ്രണ്ട് സിംസുമിനെ പിടിച്ചു. അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത്. സാറേ രുദ്ര, ഞാൻ എന്റെ മാജിക് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാനും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പോവാണ്, സത്യമായിട്ടും. ചേടാ ഈ സംഭവം കൊള്ളാലോ. എന്നാ പിന്നെ നമുക്കൊരു പാർട്ടി ഓർഗനൈസ് ചെയ്താലെന്താ? എന്ത് പറയുന്നു ചില്ലി?
പിന്നെന്താ, കൊള്ളാം. അതിനുള്ള ഏർപ്പാട് തുടങ്ങാം.